ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നെല്ലാറച്ചാലിലാണുള്ളത്. നെല്ലാറച്ചാലിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കിന്ന് നോക്കാം. അവധിക്കാലങ്ങളിൽ നമുക്ക് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് നെല്ലാറച്ചാൽ. വയനാട്ടിൽ വന്യജീവി സങ്കേതങ്ങളും മനോഹരമായ ഭൂപ്രകൃതിയും മാത്രമല്ല, ഒട്ടുമിക്ക സഞ്ചാരികളും വരാത്ത എന്നാൽ വയനാട്ടിൽ സന്ദർശിക്കാൻ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് നെല്ലാറച്ചാൽ. നെല്ലാറച്ചാലിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മലബാറിലെ ആദ്യകാല സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന പഴശ്ശിരാജാവ് പണ്ട് ബ്രിട്ടീഷുകാർക്ക് എതിരെയും കുറിച്യ ഗോത്രവർഗക്കാർക്കൊപ്പവും ഗറില്ല യുദ്ധം നയിച്ചത് വയനാട്ടിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. നെല്ലാർച്ചാലിൽ നിന്നുള്ള വില്ലാളി വിദഗ്ധനായുള്ള ഗോവിന്ദൻ ഈ ഗോത്രവർഗ മനോഭാവത്തിൻ്റെ പാരമ്പര്യം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗോവിന്ദൻ്റെ അതിമനോഹരമായ ശേഖരത്തിൽ നിന്നുള്ള വ്യത്യസ്ത ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിക്കുന്ന പരിചയസമ്പന്നരായ കൈകൾ കൊണ്ട് അത്ഭുതപ്പെടുന്ന കാഴ്ചകൾ ഉള്ളത്. അമ്പലവയൽ മീനങ്ങാടി റോഡ് വഴി നെല്ലാർച്ചാലിൽ എത്താൻ 35 മിനിറ്റും വാര്യാട് കൊളവയൽ റോഡ് വഴി 50 മിനിറ്റും എടുത്തേക്കാം. നെല്ലാർച്ചാലിൻ്റെ 3 വശങ്ങളുമായി കാരാപ്പുഴ നദിയുടെ ഒരു ഭാഗം അതിർത്തി പങ്കിടുന്നു. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അഷ്ടമുടി കായലിൻ്റെ ഒരു ഭംഗി ഇതിൽ കാണാൻ എനിക്ക് കഴിഞ്ഞു. 8 മുടിയായിട്ട് തിരിഞ്ഞു പോണ പോലെ, ഒരു 4 വശത്തേക്ക് ഇങ്ങനെ പോണ പോലെ അടിപൊളി ഒരു കാഴ്ചയായിരുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചയും നല്ല ഹരിത ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നെല്ലാർച്ചാലിലുള്ളത്. ആ നീരൊഴുക്കും ആ പച്ചപ്പും എല്ലാം കൂടി കാണാൻ അതിമനോഹരമാണ്. എല്ലാവരും സമയമുള്ളപ്പോൾ ഇവിടെ വരാൻ മറക്കരുത്. വയനാട്ടിലുള്ളവരും വരാത്തവരുണ്ടാകും. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വന്ന്. വയനാട്ടിലെ കാരാപ്പുഴ ഡാമിൻ്റെ റിസർവെയർ പരിസരമാണ് നെല്ലാർച്ചാൽ. നെല്ല് നിറഞ്ഞ ശാല അഥവാ നെല്ലാർച്ചാൽ. ഇപ്പോൾ ആ പ്രദേശം എല്ലാം വെള്ളം കയറി ഡാമിന് സ്ഥലം ഏറ്റെടുത്തോടെ വയൽ മുഴുവൻ വെള്ളം നിറഞ്ഞു. ജലാശയത്തിൻ്റെ കരയിൽ മരങ്ങളൊന്നും ഇല്ലാതെ മൊട്ടക്കുന്നുകൾ അങ്ങിങ്ങായിട്ടുണ്ട്. കാലിക്കൂട്ടങ്ങൾ മേയുന്നുണ്ട്. ആദിവാസികൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി നെല്ലാർച്ചാൽ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിസരമാകെ ശാന്തമാണ്. മീൻ വളർത്തുന്ന സ്ഥലമാണ് കാണുന്നത്. ഇവിടെ മീൻ വളർത്തുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടാൽ അവർ മീൻ പിടിച്ച് അപ്പം തന്നെ പിടിച്ച് ജീവനുള്ള മീൻ നമുക്ക് ഇവിടെ കരയ്ക്ക് കൊട്ടത്തോണിയിൽ നമുക്ക് എത്തിച്ചു തരും. നല്ല പിലോപ്പി മീനാണെന്ന് അവരവിടെ എത്തിച്ചു തന്നത്. വേറെ മീനുണ്ടോയെന്നറിയില്ല. പിലോപ്പി മീനാണ് നമ്മൾക്കവിടെ കാണാൻ കഴിഞ്ഞത്. കൊട്ടത്തോണിയിൽ അവർ തുഴഞ്ഞ് നമുക്ക് മീനിവിടെ എത്തിച്ചു തരുന്നതാണ് കാണുന്നത്. നല്ല ആമ്പലൊക്കെ വിരിഞ്ഞ് മനോഹരമായി നിൽക്കുന്നുണ്ട്. പിന്നെ ചൂണ്ടയിടുന്ന പിള്ളേരും അവിടെ ഉണ്ടായിരുന്നു. നെല്ലാറച്ചാൽ പോകാത്തവർ ഒന്ന് പോയി കാണണം. നമ്മൾ നെല്ലാറച്ചാലിൽ നിന്നും നേരെ എടയ്ക്കൽ ഗുഹയ്ക്കാണ് പോയത്. എടയ്ക്കൽ ഗുഹയിലെ വീഡിയോ അടുത്ത ദിവസം ഇടുന്നതാണ്. വീഡിയോ കണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത എടയ്ക്കൽ ഗുഹേൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ.